ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇത് നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ? നല്ല അടിപൊളി മുട്ട റോസ്റ്റ്. പുട്ടിനും ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും അങ്ങനെ കണ്ട എല്ലാ സംഭവത്തിനും പറ്റിയ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ? നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും മല്ലിയിലയും ഇട്ട് കൊടുക്കണം. മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് മല്ലി പൗഡറിന് ഞാൻ എടുത്തത്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഉള്ളി വേണം. ഒരു പാൻ എടുത്ത് മുട്ട പുഴുങ്ങിയിട്ട് നടു മുറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തതായിരുന്നു ഞാൻ. അത് പിന്നെ പാൻ മാറിപ്പോയിനു. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കാം. സെയിം പാനിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വാട്ടാം. നിങ്ങൾക്ക് സ്പൈസസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളച്ചതിന് ശേഷം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം. മല്ലിയില അപ്പത്തിന് എനിക്ക് കിട്ടിയിരുന്നു, അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തു. എനിക്ക് സ്പൈസ് ഇഷ്ടമുള്ളതുകൊണ്ട് കുരുമുളക് ചേർത്ത് കൊടുത്തു. നല്ലോണം തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മുട്ട റോസ്റ്റ് പ്രേമികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. പിന്നെന്താ, അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ.